നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര എക്സൈസ് സംഘം വാകയാട് നിന്നും MDMA പിടികൂടി. വാകയാട് കടമ്പോളിത്താഴെ കുനിയിൽ സച്ചിനെയാണ് 24 ഗ്രാം MDMAയുമായി അറസ്റ്റ് ചെയ്തത്. പേരാമ്പ്ര എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ വാകയാട് കടമ്പോടി താഴേക്കുനിയിൽ സച്ചിനെയാണ് തിങ്കളാഴ്ച സന്ധ്യയോടെ വാകയാടുള്ള വീടിന്റെ മുൻഭാഗത്തു നിന്നും പിടികൂടിയത്. കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും 24 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. മൽപിടുത്തത്തിൽ എക്സൈസ് CI അശ്വിൻകുമാറിന് കൈക്ക് പരിക്കേറ്റു. സച്ചിൻ കോഴിക്കോട് ട്രാവൽ ഏജന്റാണ്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K അശ്വിൻകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി പരിശോധന കർശനമാകുമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ അശ്വിൻകുമാർ പറഞ്ഞു. ഇന്നേ ദിവസം പേരാമ്പ്ര എക്സൈസ് സർക്കിൾ പാർട്ടി വാകയാട് ഭാഗത്തു നിന്ന് 24 ഗ്രാം MDMA കൈവശം വെച്ച കുറ്റത്തിന് വാകയാടുള്ള കടുമ്പോടി താഴേക്കുനിയിൽ സോമൻ മകൻ സച്ചിനെ 28 വയസ്സ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 24 ഗ്രാം MDMA ആണ് ഇയാളുടെ കണ്ടെടുത്തത്. ഈ 24 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസാണ്. അതായത് അവർക്ക് 20 വർഷം ശിക്ഷിക്കപ്പെട്ടാൽ 20 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഇയാൾക്ക് ഈ എന്താ പറയാ ഈ MDMA എടുത്തിട്ട് ചെറുപൊതികളിലാക്കിയിട്ട് വിൽപ്പന നടത്തുന്നതാണ് ഇയാളുടെ രീതി. നമുക്കിന്ന് പെട്രോളിംഗ് ഇടയിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർന്നും ഈ കേസിനെ പറ്റി തുടർന്നും വിശദമായി അന്വേഷണം നടത്തുന്നതാണ്. കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതി സച്ചിൻ കോഴിക്കോട് ട്രാവൽ ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നമുക്കറിവ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ എക്സൈസിന്റെ ലഹരി വിരുദ്ധ പ്രോഗ്രാമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി വിരുദ്ധ പ്രോഗ്രാമാണ് ഓപ്പറേഷൻ തണ്ടർ. അത് ഈ വരും ദിവസങ്ങളിൽ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അത് അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചോളൂ. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CP ചന്ദ്രൻ, ജയരാജ് PP, വനിതാ പ്രിവന്റീവ് ഓഫീസർ ഷൈനി, ഡ്രൈവർ ദിനേശ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.